മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻശോല വ്യൂ പോയിന്റ് ഇടിമിന്നലേറ്റ് പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. മരിച്ച 4 വിദ്യാർത്ഥികളുടെ ഖബർ അടക്കം ഇന്ന് നടക്കും. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ കൂടിച്ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഈ പരിക്കേറ്റ 3 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, ഗോകുൽ, ഇന്നലെയായിരുന്നു ദാരുണമായിട്ടുള്ള അത്തരത്തിലൊരു സംഭവം നടന്നത്. 7 സുഹൃത്തുക്കൾ ചേർന്ന് അവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു പ്രദേശത്ത് ഒരു വ്യൂ പോയിന്റിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് അവർക്ക് ദാരുണമായൊരു അപകടമുണ്ടാവുകയും 7 പേരിൽ 4 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. റഹീസ്, ഫഹദ്, സിയാദ്, ബഹാസ് എന്നിങ്ങനെയുള്ള 4 സുഹൃത്തുക്കളാണ് മരിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേർ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മരിച്ച ഫഹദിന്റെ സഹോദരനായിട്ടുള്ള റോഷൻ, റഹീസിന്റെ സഹോദരനായിട്ടുള്ള സൽമാനുൽ ഫാരിസ്, ഇവരുടെ മറ്റൊരു സുഹൃത്ത് ഇഷുഹാത്ത് എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ അവിടെ ചികിത്സയിൽ തുടരുന്നത്. ഇപ്പോൾ മരിച്ച 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമ്മളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർക്ക് ഇടപെട്ടുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. പിന്നീട് ഇൻക്വസ്റ്റ് ഇന്നലെ പൂർത്തിയാക്കി. ഇപ്പോൾ അല്പസമയത്തിനകം 7 മണിയോടുകൂടി തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവരുടെ പൊതുദർശനവും ഉണ്ടാവും. അവരുടെ നാട്ടിൽ തന്നെയുള്ള കോഴിക്കോട് ടസ്കർ ഓഡിറ്റോറിയത്തിലായിരിക്കും, കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിലായിരിക്കും പൊതുദർശനം നടക്കുക. അത് ഇവിടെ നിന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ സമയക്രമങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഇവരൊക്കെ ഒരേ മഹല്ല് കമ്മിറ്റി കീഴിൽ വരുന്ന സുഹൃത്തുക്കളാണ്, കൂട്ടുകാരാണ്. 18, 19, 21, 22 വയസ്സും പ്രായമുള്ള 4 പേരാണ്. അതിനുശേഷം ഇവരുടെയൊക്കെ മൃതദേഹം സംസ്കരിക്കുന്നുണ്ടാവുക അവിടെ തന്നെയുള്ള വെള്ളിലപലയിൽ റഹ്മാനിയ ജുമാ മസ്ജിദിലായിരിക്കും. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ശ്രീനിധി, ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.